MLA രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പ്രഖ്യാപിച്ചു. ഇരിട്ടിയിലെ വസതിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഈ സുപ്രധാന തീരുമാനം അറിയിച്ചത്. ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് കോൺഗ്രസ് ഈ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: രാഹുൽ ഇനി കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗമല്ല. പാർട്ടിക്കോ നിയമപരമായോ ഇതുവരെ പരാതികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് MLA സ്ഥാനം രാജിവെച്ചുള്ള പാരമ്പര്യമോ കീഴ്വഴക്കമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവത്തോടെയാണ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത്. ആരോപണം ഉയർന്നപ്പോൾ തന്നെ പരാതികൾക്കോ കേസുകൾക്കോ കാത്തു നിൽക്കാതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ് ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള രാഹുലിന്റെ തീരുമാനം മാതൃകയാണ്. പ്രതിപക്ഷ നേതാവും പാർട്ടിയിലെ മറ്റ് മുതിർന്ന നേതാക്കളുമായും UDF കൺവീനറുമായും ആശയവിനിമയവും കൂടിയാലോചനകളും നടത്തിയതിനു ശേഷമാണ് ഏകകണ്ഠമായി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. പരാതികൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് എതിരാളികൾ ആവശ്യപ്പെടുന്നതിൽ യുക്തിയും ധാർമ്മികതയും ഇല്ലെന്ന് സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. മായ കേസുകളും FIR ചാർജ് ഷീറ്റ് നൽകിയിട്ടും MLA സ്ഥാനം രാജിവെക്കാത്ത നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കോൺഗ്രസ് പാർട്ടി സ്ത്രീകളുടെ ആത്മാഭിമാനവും അന്തസ്സും മാന്യതയും സുരക്ഷിതത്വവും സംരക്ഷിക്കാൻ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. സണ്ണി ജോസഫിന്റെ ഈ പത്രസമ്മേളനം കോൺഗ്രസിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം പ്രതിസന്ധിയിലാക്കി എന്നതിന്റെ തെളിവായിരുന്നു. പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി അല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ സമീപിച്ചത്. ഉപതിരഞ്ഞെടുപ്പ് ഭീതിയാണോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനം നിലനിർത്തുന്നതിന് കാരണം എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അങ്ങനെയെങ്കിൽ പീരുമേട് മുമ്പിലുണ്ടല്ലോ എന്ന മറുചോദ്യമാണ് സണ്ണി ജോസഫ് തിരിച്ചു ചോദിച്ചത്. ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് പാർട്ടിയിലുള്ള എല്ലാ തരത്തിലുള്ള നേതാക്കളോടും ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞ് മറ്റു ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു സണ്ണി ജോസഫ്. ഈ സസ്പെൻഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നും കോൺഗ്രസിനുള്ളിൽ ഇത് എന്ത് ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം.